വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദിത്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സന്തോഷ് കുമാർ എഴുതിയിരിക്കുന്ന അന്ധകാരനഴി എന്ന് പറഞ്ഞ നോവലാണ്. അന്ധകാരനഴി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. മാതൃഭൂമി ബുക്സിൽ ഇത് കണ്ടശിയായിട്ട് ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്ന ഒരു നോവലാണിത്. ഇത് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു നോവലാണ്. വളരെ മികച്ച ഒരു നോവലാണ്. നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു നോവലാണ് അന്ധകാരനഴി. അന്ധകാരനഴി എന്ന് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേര് വായിച്ചപ്പോൾ ഞാൻ തീരദേശത്തെ ഒരു കഥ എന്നുള്ള രീതിയിലാണ് ഞാനിത് വായിച്ചു തുടങ്ങിയത്. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ബീച്ചാണ് അന്ധകാരനഴി. അപ്പോൾ അത് അത് നമ്മൾ ഹിസ്റ്ററിയിൽ മീൻസ് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കുമ്പോൾ അത് ഇഷ്ട്മസ് എന്ന്, അതായത് നമ്മൾ രണ്ട് ഭൂപ്രദേശങ്ങളെ കൂടി യോജിപ്പിക്കുന്ന ഒരു മുനമ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ആ ബീച്ച് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ടാവും നോവൽ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് ഇദ്ദേഹം എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത് നമ്മളുടെ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു കഥ, അതായത് ഒരു 70-75 കാലഘട്ടങ്ങളിലെ കഥയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ അത് അടിയന്തരാവസ്ഥ കാലത്തെ കഥയാണ് എന്നിങ്ങനെ വ്യക്തമായിട്ട് പറയുകയില്ല. രാഷ്ട്രീയ അരാജകത്വമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലത്തെ ഒരു കഥ എന്നുള്ളത് നമ്മൾക്കത് വായിച്ചെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് ആ സമയത്തെ ആണ് എന്നുള്ളതാണ്. പിന്നെ ഈ നോവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ, അപ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അത് പുസ്തകം എങ്ങനെയാണ് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഭരണത്തിന് എതിരാകുന്നത് എന്നുള്ള ഇതും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേട്ടയാടൽ, അതായത് അത് പബ്ലിഷ് ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള ഒരു വേട്ടയാടലും, പിന്നെ ഇതിനകത്ത് പോലീസുകാരുടെ ഒരു ആർമാദിത്വം, അതായത് ഭരണത്തിന് വേണ്ടിയിട്ട് ഈ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഈച്ചർവാരനെയും രാജനെയും ഒക്കെ നമുക്കൊന്നൊരു ചെറിയൊരു ഓർമ്മയായിട്ട് വരും. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നല്ല ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു നക്സലിസം എന്ന് പറഞ്ഞാൽ, അതായത് അത് ബംഗാളിലൊക്കെ ഉൾക്കൊണ്ട ഒരു ആശയമാണ് നക്സലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കേരളത്തിൽ അത്രയധികം ഇല്ല എങ്കിൽ തന്നെയും അതിൽ നമ്മൾ IV ശശിയുടെ സിനിമകളിലൊക്കെയാണ് എനിക്ക് കണ്ട് മനസ്സിലായിട്ടുള്ളത്. അതായത് ജന്മിയായിട്ടുള്ള ഒരാളെ വീടിൻ്റെ അകത്ത് കയറി കൊല്ലുന്ന, അതായത് ജാതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അടിയാന്മാരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ജന്മീനെ തലവെട്ടിക്കൊയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് തീവ്രമായിട്ട് ഇടതുപക്ഷ ചിന്താഗതി, അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയാണ് നക്സലിസത്തിലേക്ക് അവർ പോകുന്നത്. അത്രയും വിപ്ലവം അവരുടെ കയ്യിൽ ഉള്ളത്. സാധാരണ ഇപ്പം ഇന്നത്തെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നക്സലിസത്തിനേക്കൊന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ് ആയാലും ഇപ്പം നമ്മൾ കാണുന്ന ഇടതുപക്ഷ ആൾക്കാരത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെയാണ് അന്ന് കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഈ സന്തോഷ് കുമാറിൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടനമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വായനക്കാരന്, അതായത് ഒരു സ്പൂൺ ഫീഡിങ് പോലെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എഴുതുന്നതല്ല. കുറേയൊക്കെ പറയാതെ പറയുക, എഴുതാതെ എഴുതുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾക്ക് ആ എഴുത്തിൻ്റെ രീതിയൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു ത്രില്ലറിൻ്റെ ഒരു എഫക്റ്റ് പറയും. കാരണം കാണാതായ ഒരാളുടെ അന്വേഷണവും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അന്വേഷണത്തിന് അയാളെ, നമ്മൾ നോവലിൻ്റെ അവസാനം വരെയും അയാളെ കണ്ടുകിട്ടുമോ എന്നുള്ള ഒരു ഉദ്വേഗത നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോവലിൻ്റെ എഴുത്ത് രീതി. വളരെ നമുക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൽ നമുക്ക് സംശയിക്കേണ്ട വളരെ നല്ല രീതിയിൽ, വളരെ കയ്യിറക്കത്തോടും അച്ചടക്കത്തോടും കൂടിയിട്ട് എഴുതിയിരിക്കുന്നത്. അതിന് തന്നെ ഇത് ഒറ്റ സ്ട്രെച്ചിൽ കഥ പറയാതെ നോൺ ലീനിയറായിട്ട് മാറ്റിയിട്ടാണ് ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു ആകാംക്ഷയും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസും കാര്യങ്ങളും വളരെ മികച്ചതായിട്ടുള്ള ഒരു നോവലാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ തപോമയുടെ അച്ഛൻ വായിച്ചതിന് ശേഷമാണ് അന്ധകാരനഴി ഞാൻ വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥ കാലത്തെ കാലഘട്ടമാണ് പറഞ്ഞത്. അപ്പോൾ മുക്തിപഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ പുസ്തകമാണ്.
ലേഖനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അല്ലാതെ അതിനകത്ത് കഥയും കവിതകളും ഒന്നും അധികം ഇല്ല. അപ്പോൾ അതിൽ കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഈ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരാണ്. അവരൊക്കെ നോർമൽ, ഇപ്പോൾ ചിത്രഭാനു എന്ന് പറഞ്ഞിട്ടൊരാൾ നോർമലായിട്ടൊരു പത്രത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആൾ ഒരു പ്രൂഫ് റീഡറായിട്ട് ഒരു സാധാരണ സായാഹ്ന പത്രത്തിലാണ് പറയുന്നത്. അപ്പോൾ ശ്രീനിവാസന് ശകുന്തള എന്ന ഭാര്യയുണ്ട്, ശശി എന്ന് പറഞ്ഞൊരു കുഞ്ഞു മകനുണ്ട്. കഥ തുടങ്ങുമ്പോൾ വളരെ കുഞ്ഞിതാണ്. അപ്പോൾ ഇതിൻ്റെ കാലം കടന്നു പോകുമ്പോൾ ശശിക്ക് അവസാനമൊക്കെ ആകുമ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന, ടൈലറിങ് ഒക്കെ നടത്തുന്ന അത്രയും പ്രായത്തിലുള്ള ഒരു മകനായിട്ട് ശശി വലുതാവുന്നുണ്ട്. അപ്പോൾ അത്രയും കാലഘട്ടത്തിൻ്റെ കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ വളർച്ച നമ്മൾ വായനക്കാരന് മനസ്സിലാവുന്നത്. ശശിയുടെ വളർച്ചയിലൂടെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് തുടക്കത്തിൽ നോവൽ തുടങ്ങുന്നത് ഒരു ഒളിച്ചോട്ടത്തിലൂടെയാണ്. അതായത് ശിവൻ എന്ന് പറഞ്ഞ ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിയൊക്കെയുള്ള ഒരു ആള്, അയാൾ കങ്ങഴ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ജന്മീനെ അയാളുടെ മനയിൽ കയറി വെട്ടി കൊലപ്പെടുത്തി. അപ്പോൾ അവർ ഒളിവിൽ പോവുകയാണ്. അങ്ങനെ ശിവന്റെ ഒളിച്ചോട്ടമാണ് ഈ നോവലിന്റെ തുടക്കം പറയുന്നത്. അപ്പോൾ പുല്ലാനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അപ്പോൾ വേറെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഇത് സഹായിക്കുന്നത്. അങ്ങനെ ഒരു പുല്ലാനിയിൽ എത്തുമ്പോൾ അവിടുന്ന് ഒരു തോണി കടന്ന്, ഒരു പുഴ കടന്ന് ഒരു തുരുത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ കരടിച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഒരു നക്സലിസ്റ്റ് ആയിരുന്നു. അയാൾ ഇവിടെ വന്ന്, അയാൾ ഇതിൽ നിന്ന് ഒളിച്ചോടി വന്ന് അയാൾ ഇവിടെ ഒരു വീടൊക്കെ പണിത് അയാൾ ഇവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്തേക്കാണ് ഈ ശിവനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അങ്ങനെ ശിവൻ എത്തുന്നതിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. പക്ഷേ ഈ ശിവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ്, അങ്ങനെയാണ് കഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നോൺ ലീനിയർ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശിവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ശിവൻ ചിത്രഭാനു എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് താമസിച്ചിട്ടുണ്ട്, ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസന്റെ അടുത്തും ഒളിവിൽ താമസിക്കും. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കവിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അയാളുടെ കവിതയൊന്നും അങ്ങനെ പ്രസിദ്ധ, അയാളൊരു സാധാരണ കവിതയാണ്. പിന്നീടാണ് അയാൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വം വന്ന് അയാളുടെ ചിന്താഗതികളൊക്കെ മാറി അയാൾ നല്ല, എന്താ പറയുക, നമുക്ക് ഭയങ്കര ഭംഗിയുള്ള കവിത, അയാളോട് തന്നെ ഒരു സന്തോഷം തോന്നിയ കവിതകളൊക്കെ അയാൾ എഴുതി. അപ്പോൾ അത് മുക്തിപഥത്തിലാണ് 2 കവിത വന്നത്. അപ്പോൾ അതിൽ ഈ ചിത്രഭാനുവാണ് ശിവനെ ശ്രീനിവാസന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ചിത്രഭാനു ഒരു നുണ പറയും, ഈ നിങ്ങളുടെ കവിത ഇതിനകത്ത് മുക്തിപഥം എന്ന മാസികയിൽ പ്രസിദ്ധപ്പെടുത്താനായിട്ട് കാരണക്കാരൻ ഈ ശിവൻ എന്ന് പറഞ്ഞ ആളാണ് എന്ന് പറയും. അപ്പം അങ്ങനെ അയാൾക്ക് ഒളിവിൽ താമസിക്കണം എന്ന് പറയും. അപ്പോൾ ഈ ശിവനെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശകുന്തളേനെയും മകനായ ശശിയും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ഞാൻ നാടകം എഴുതാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാടകക്കാരൊക്കെ വരുന്നുണ്ട്, അപ്പം നിനക്ക് ശല്യമാവും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ സ്വന്തം വീട്ടിലേക്ക്. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ശ്രീനിവാസൻ ഇവിടെ പറഞ്ഞയക്കുന്നതെങ്കിലും 3 ദിവസം കാണാതെ ആയിട്ട് വരാതെ ഇരിക്കുമ്പോൾ ഇവള് ശകുന്തള എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കുകയാണ്. ആളുടെ പത്രം ഓഫീസിൽ പോവുകയും അങ്ങനെ ശകുന്തള ഒരു ക്യാമ്പ്, അന്ന് ഇങ്ങനെ പോലീസ് ക്യാമ്പുകളിൽ ഇവിടെ ശ്രീനിവാസന്റെ ന്യൂസ് എഡിറ്ററൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ഒരു ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നുണ്ട് ശ്രീനിവാസൻ അണ്ടർവെയറൊക്കെ ഇട്ട് ധരിച്ച് മീത്ത് ഭയങ്കരമായ മർദ്ദന മുറകളൊക്കെ സഹിച്ച് കിടക്കുന്നത്. അപ്പം തൊട്ടാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ശകുന്തളയുടെ അന്വേഷണം, അതായത് ശിവന്റെ ഒളിവിലെ ജീവിതവും അതിനോടൊപ്പം തന്നെ ശകുന്തള ശ്രീനിവാസനെ അന്വേഷിക്കുന്നതും കൂടിയിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ശിവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് ഈ പുസ്തകത്തിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് വളരെയധികം വെറുപ്പും, അയാള് എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ വാക്കുകളുണ്ടല്ലോ, വർഗീയ ശത്രു, വർഗീയ വഞ്ചകൻ എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ശിവൻ എന്ന് പറഞ്ഞ ആള് ജന്മിമാർക്കെതിരെ, അടിയാന്മാർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എന്നിട്ട് അയാൾ ഈ തുരുത്തിൽ അയാൾക്ക് അവിടെ ഒരു പാപ്പിച്ചാച്ചൻ എന്ന, ശരിക്കും ഈ കരടിച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായ പോലെയാണ്, ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതിനകത്ത് അയാളെ കാണിക്കുന്നില്ല. അപ്പോൾ അയാളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഉപരിവിപ്ലവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അയാൾ ഉണ്ട് എന്നുള്ളത്, അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാളുടെ വീടാണിതാണ്. പക്ഷെ കാണുന്നത് ഈ ശിവൻ കാണുന്നത് പാപ്പിച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്.
പിന്നെ അവിടെ അയാൾക്ക് ഒരു അയ്യക്കുരു എന്ന് പറഞ്ഞിട്ട് ഒരു കുള്ളനായിട്ടുള്ള ഒരു പണിയ ചെക്കനുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്ന ആളാണ് അയ്യക്കുരു. പക്ഷെ അയാൾ ഊമയായിട്ട് അഭിനയിക്കുകയാണ്. ഇതിനകത്ത് ചില നേരത്ത് അയ്യക്കുരു സംസാരിക്കുന്നതായിട്ട് ശിവന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ തുരുത്തിലെത്തിപ്പെടുമ്പോൾ ശിവന് എന്തെന്നാണ് ഒരു ദുസ്വപ്നത്തിൻ്റെ ഒരു ഭ്രമം ഒക്കെ തോന്നുന്നതാണ്. ഇത് സത്യമാണോ നുണയാണോ, ഇവരെന്നെ ഉപദ്രവിക്കുമോ, ഇവരെന്നെ ചതിക്കാൻ കൊണ്ടുവന്നതാണോ, ഇവർ കരടിയാച്ചാച്ച ശരിക്കും നക്സലാണോ, അങ്ങനത്തെ ഒരുപാട് ഇതിലാണ് ഈ ശിവൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. അങ്ങനെ അവിടെ തേച്ചപ്പൻ എന്ന് പറഞ്ഞപ്പം തേച്ചപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ ഭാര്യ മേരിപ്പെണ്ണുണ്ട്. അവർ രണ്ടുപേരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ പാപ്പി ചാച്ചനും ശിവനും ഒക്കെ കൊടുക്കുന്നത്. അപ്പം അതൊന്നും ഭയങ്കര എരിവും ഇതൊക്കെ. അപ്പോൾ അവിടെ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു കുരങ്ങുണ്ട്. അതിൻ്റെ മേത്തുള്ള മറ്റേ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ മുറുകി അങ്ങനെ ഈ ചേർക്കുന്ന നാറ്റവും കാര്യം. പക്ഷെ പിന്നീട് ഈ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് കാട്ടിൽ തടി വെട്ടിയിട്ട് കച്ചവടമാണ് ഈ പാപ്പി ചാച്ചന്. അപ്പോൾ അയാളുടെ ഈ കണക്കും കാര്യങ്ങളും ഒക്കെ കൂട്ടി വെച്ച് ശിവൻ എന്ന് പറഞ്ഞു വർഗീയ വഞ്ചകനാണ് ശരിക്കും. അയാൾ അയ്യക്കുരുവിനും അയാൾ അടിയാന്മാരുടെ ഒരു വിപ്ലവം കൊണ്ടിട്ടാണല്ലോ അയാൾ അവിടേക്ക് തുരുത്തിൽ വന്നത്. അയാൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ജന്മിനെ കൊന്നത്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് അയാൾ സ്ത്രീകളോട് കാണിക്കുന്നത് ഇപ്പോൾ രമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മുക്തിപദം അച്ചടിക്കുന്നത് ലാസർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രസ്സിലാണ്. അപ്പോൾ അയാളുടെ ഭാര്യയായിട്ടാണ് ഈ രമണി. അപ്പോൾ ആ രമണിയുടെയും ലാസറിൻ്റെയും കഥ വായിച്ചപ്പോൾ എനിക്ക് നമ്മൾ യവനിക സിനിമയിൽ ഗോപിയും ജലജയും ഭരത് ഗോപിയും ജലജയുടെ ഒരു സീനാണ് എനിക്ക് ഓർമ്മ. അങ്ങനെ തന്നെയാണ് ഏകദേശം ഈ കഥയൊക്കെ ഒരു സാമ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അപ്പോൾ രമണീനെ അനാഥാലയത്തിൽ ലാസർ മരിക്കുകയും അവളുടെ കൊച്ചു മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രമണി അനാഥാലയത്തിൽ നിൽക്കുമ്പോൾ ആ അനാഥാലയത്തിൽ നിന്ന് ഈ പാപ്പിച്ചാച്ചൻ എന്തെങ്കിലും ഒന്ന് വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ, അതായത് തേച്ചപ്പൻ്റെ ഭാര്യ മേരിപ്പെണ്ണ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് രമണി. അപ്പോൾ രമണിയും ശിവനും മുമ്പേ അറിയാമെന്നുള്ളത് പാപ്പിച്ചാച്ചന് അറിയുന്നുണ്ട്. അങ്ങനെ രമണീനൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് ശരീരം ഒക്കെ ഉപദ്രവിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഒരു ആളായിട്ടാണ് ശിവനിനകത്ത് നമുക്ക് അവസാനത്തിലെത്തുമ്പോൾ. ആദ്യമൊക്കെ നമുക്ക് അയാളൊരു നല്ല വിപ്ലവകാരിയാണല്ലോ, അയാൾ അടിയാന്മാർക്കും അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കും അല്ലെങ്കിൽ പണിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഇയാൾ വിപ്ലവം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറുകയാണ് ശിവൻ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ അന്ധകാരനാഴി എന്നുള്ള പേരിനേക്കാളും എനിക്കിഷ്ടമായത് അലാദചക്രം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. അലാദചക്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീക്കൊള്ളി എടുത്തിട്ട് നമ്മൾ വട്ടം വരയ്ക്കുകയാണെങ്കിൽ ആ വട്ടം വരയ്ക്കുമ്പോൾ അതൊരു തീയുടെ വട്ടമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. വായുവിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് തോന്നും. ഒരു വിഷ്വലൈസേഷനാണ് അത്. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതിനകത്തും അതുപോലെ തന്നെയാണ്. ഈ നോവൽ തുടങ്ങുന്നത് ഒരു ഒളിച്ചോട്ടത്തിലാണെങ്കിലും അത് കഴിഞ്ഞ് എൻഡിങ്ങും വേറെ ഒരു ഒളിച്ചോട്ടത്തിലാണ്. വേറെ രണ്ട് സഖാക്കന്മാർ ഈ തുരുത്തിലേക്ക് ഒളിച്ച് താമസിക്കാൻ വരുന്നതിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഇപ്പോൾ ഈ അലാദചക്രം എന്ന് പറഞ്ഞാൽ ബുദ്ധ മതത്തിൽ ഉള്ളതാണെന്ന് ഇതിനകത്ത് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു വട്ടം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു വട്ടം നമ്മൾ ഇതിനകത്ത് ഇതാണ്. അപ്പോൾ എന്താ പറയുക, ശിവൻ്റെ ഒളിച്ചോട്ടത്തിൽ തുടങ്ങി വേറെ രണ്ടുപേരുടെ ഒളിച്ചോട്ടം ഈ തുരുത്തിലേക്ക് തന്നെ വരുന്നതൊക്കെയാണ് ഈ നോവലിൻ്റെ എൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പോലീസുകാർ ശ്രീനിവാസനെ എന്താ പറയുക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ശ്രീനിവാസന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു അന്വേഷണം കൂടിയിട്ടാണ്. അത് അന്വേഷിക്കുന്നത് ശകുന്തളയാണ്. എനിക്ക് ശകുന്തളയുടെ ക്യാരക്ടർ അതിനേക്കാളും സങ്കടമായത് ശശിയുടെ ക്യാരക്ടർ, മകൻ എന്ന് പറഞ്ഞ ശശിയുടെ ക്യാരക്ടറൊക്കെയാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. അപ്പോൾ പറയുന്നുണ്ട് ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒരു നഷ്ടപരിഹാരം പോലീസുകാർ തരുമെന്ന് പറയുന്നുണ്ട് ഈ ശകുന്തളയുടെ വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അത് വേണ്ട, അത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാചകങ്ങളായാലും നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അന്ധകാരനാഴി എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വായിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.